2000 രൂപയുടെ നോട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഇപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുന്നവരാണോ നിങ്ങൾ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2000 രൂപയുടെ നോട്ടുകൾ പ്രചാരത്തിൽ നിന്ന് പിൻവലിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പലരുടെയും കൈകളിൽ ഇപ്പോഴും ഇത്തരം നോട്ടുകൾ അവശേഷിക്കുന്നുണ്ട്. അൽമാരയിൽ നിന്നും മറ്റോ ഈ നോട്ട് കിട്ടുമ്പോൾ പെട്ടെന്ന് ആശങ്കപ്പെടുന്നവരുമുണ്ട്. പക്ഷെ പേടിക്കേണ്ട, നിങ്ങളുടെ കൈവശമുള്ള 2000 രൂപ നോട്ട് ഇപ്പോഴും അസാധുവല്ല, മറിച്ച് അതിന്റെ പൂർണ്ണ മൂല്യമുള്ള ഔദ്യോഗിക കറൻസി തന്നെയാണ്. RBIയുടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ഈ നോട്ടുകൾ എങ്ങനെ സുരക്ഷിതമായി മാറ്റിയെടുക്കാമെന്നറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2000 രൂപ നോട്ടുകൾ ഇപ്പോഴും മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ നോട്ടുകൾക്ക് ഇപ്പോഴും നിയമസാധുതയുണ്ടെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സാധാരണ ബാങ്കുകൾ വഴി ഇനി ഇത് നിക്ഷേപിക്കാനോ മാറ്റിയെടുക്കാനോ കഴിയില്ല. അതിനായി RBIയുടെ നിർദ്ദിഷ്ട ഓഫീസുകളെ സമീപിക്കേണ്ടതുണ്ട്. രാജ്യത്തെ സാധാരണ വാണിജ്യ ബാങ്കുകളുടെ ശാഖകൾ വഴി ഈ നോട്ടുകൾ നേരിട്ട് നിക്ഷേപിക്കാനോ മാറ്റിയെടുക്കാനോ ഉള്ള കാലാവധി 2023 ഒക്ടോബർ 7 അവസാനിച്ചതാണ്. അതിനാൽ ഇപ്പോൾ സാധാരണ ബാങ്കുകളിൽ പോയാൽ ഈ നോട്ട് സ്വീകരിക്കില്ല. 2016 പഴയ 500, 1000 രൂപ നോട്ടുകൾ നിരോധിച്ചപ്പോഴാണ് വിപണിയിലെ പണക്ഷാമം പരിഹരിക്കാൻ RBI 2000 രൂപ നോട്ട് കൊണ്ടുവന്നത്. തുടർന്ന് മറ്റ് നോട്ടുകളുടെ ലഭ്യത ആവശ്യത്തിന് കൂടിയതോടെ 2000 രൂപ നോട്ടിന്റെ ലക്ഷ്യം പൂർത്തിയായി. ഇതിനെ തുടർന്ന് കറൻസി മാനേജ്മെന്റിന്റെ ഭാഗമായി 2023 മെയ് 19 ഈ നോട്ടുകൾ പിൻവലിക്കുന്നതായി RBI പ്രഖ്യാപിക്കുകയായിരുന്നു. 2023 മെയ്യിൽ ഈ നോട്ടുകൾ പിൻവലിക്കുമ്പോൾ ഏകദേശം 3.56 ലക്ഷം കോടി രൂപയുടെ നോട്ടുകൾ വിപണിയിലുണ്ടായിരുന്നു. അതിൽ 98.47% നോട്ടുകളും ഇതിനകം ബാങ്കിംഗ് വ്യവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു. എങ്കിലും ചെറിയൊരു ശതമാനം നോട്ടുകൾ ഇപ്പോഴും പൊതുജനങ്ങളുടെ പക്കലുണ്ട്. 2000 രൂപ നോട്ടുകൾ ഇപ്പോഴും കയ്യിലുള്ളവർ അത് മാറ്റിയെടുക്കാനുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കണമെന്ന് RBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയായിരുന്നു RBI ഇക്കാര്യം ജനങ്ങളെ ഓർമ്മിപ്പിച്ചത്. സാധാരണ ബാങ്ക് ശാഖകൾ വഴി സാധ്യമല്ലെങ്കിലും RBIയുടെ ഔദ്യോഗിക ചാനലുകൾ വഴി താഴെ പറയുന്ന 2 രീതികളിൽ നിങ്ങൾക്ക് നോട്ടുകൾ മാറാം. രാജ്യത്തുടനീളമുള്ള 19 RBI ഇഷ്യൂ ഓഫീസുകളിൽ ഏതെങ്കിലും ഒരെണ്ണം സന്ദർശിച്ച് നിങ്ങൾക്ക് നോട്ടുകൾ മാറ്റുകയോ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയോ ചെയ്യാം. കേരളത്തിലുള്ളവർക്ക് തിരുവനന്തപുരത്തുള്ള RBI റീജിയണൽ ഓഫീസിലെ ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റിനെ ഇതിനായി സമീപിക്കാവുന്നതാണ്. RBI ഓഫീസുകളിൽ നേരിട്ട് പോകാൻ സാധിക്കാത്തവർക്കായി ഏറ്റവും ലളിതമായ ഒരു സംവിധാനവുമുണ്ട്. രാജ്യത്തെ ഏത് പോസ്റ്റ് ഓഫീസ് വഴിയും നിങ്ങളുടെ 2000 രൂപ നോട്ടുകൾ ഇൻഷുർ ചെയ്ത തപാലിലൂടെ RBI ഓഫീസുകളിലേക്ക് അയക്കാം. ഈ തുക നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഇനി RBI ഓഫീസിൽ ചെന്നാൽ എന്ത് ചെയ്യണമെന്ന് സംശയമുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 19 RBI ഓഫീസുകളിൽ ഒന്നിലേക്ക് പോയി അവിടെ നിന്ന് ലഭിക്കുന്ന 2000 രൂപയുടെ നോട്ട് എക്സ്ചേഞ്ച് ഫോം പൂരിപ്പിക്കണം. നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ, നോട്ടുകളുടെ എണ്ണം, തുക എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറിജിനലും ഒപ്പം കരുതാൻ മറക്കരുത്. തുടർന്ന് കൗണ്ടറിൽ അപേക്ഷ സമർപ്പിച്ച് കറൻസി മാറ്റിയെടുക്കുകയോ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നതെങ്കിൽ ഒരു വെള്ളക്കടലാസിൽ നിങ്ങളുടെ പേര്, വിലാസം, ബന്ധപ്പെടേണ്ട നമ്പർ, തുക, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ അടങ്ങിയ അപേക്ഷ തയ്യാറാക്കുക. ഈ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് വെക്കണം. അപേക്ഷയോടൊപ്പം 2000 രൂപ നോട്ടുകളും സുരക്ഷിതമായ ഒരു കവറിലാക്കി അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ എത്തിക്കുക. ഈ കവർ തിരുവനന്തപുരത്തെ RBI ഇഷ്യൂ ഓഫീസിന്റെ വിലാസത്തിലേക്ക് ഇൻഷുർ ചെയ്ത രജിസ്റ്റേർഡ് പോസ്റ്റായി അയക്കുക. RBI നിങ്ങളുടെ നോട്ടുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം തുല്യമായ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്നതാണ്. RBI കൗണ്ടറുകളിൽ നേരിട്ടെത്തിയ നോട്ടുകൾ മറ്റ് കറൻസികളാക്കി മാറ്റിയെടുക്കുമ്പോൾ ഒരു തവണ പരമാവധി 20,000 രൂപ വരെ മാത്രമേ മാറ്റാനാകൂ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കാനായി നോട്ടുകൾ നൽകുമ്പോൾ നിശ്ചിത പരമാവധി പരിധിയില്ല. എന്നാൽ ഇത് RBIയുടെയും ആദായ നികുതി വകുപ്പിന്റെയും KYC മാനദണ്ഡങ്ങൾക്ക് വിധേയമായിരിക്കും. സാധുവായ തിരിച്ചറിയൽ രേഖ നിർബന്ധമാണ്. കൂടാതെ പാൻ കാർഡും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും കൈവശം കരുതണം. ഈ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിനായി RBI നിലവിൽ യാതൊരുവിധ അന്തിമ കാലാവധിയും നിശ്ചയിച്ചിട്ടില്ല. അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ സേവനം ലഭ്യമായിരിക്കും.